Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Good morning, ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മള് പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ഏതായിരുന്നു ആ ചാപ്റ്റർ? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് അല്ലേ? നിങ്ങളത് നോക്കിയായിരുന്നോ? ടെക്സ്റ്റ് ഉള്ളവര് വായിച്ചൊക്കെ നോക്കിയോ? ഓക്കെ, നമ്മള് ഹോസ്പിറ്റലിന് എന്താണ് ഒരു 6 ക്രൈറ്റീരിയ അല്ലെ? 6 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മള് ക്ലാസിഫിക്കേഷൻ ആണ് ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് അല്ലെ? അതിനകത്ത് നമ്മള് ഫസ്റ്റ് ഫാക്ടർ നമ്മള് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതായിരുന്നു അത് സൈസ് അല്ലെ? എന്താണ് സൈസ് എന്ന് പറഞ്ഞ എന്താന്ന് ഞാൻ പറഞ്ഞത്? എന്തായിരുന്നു സൈസ്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, സൈസ് എന്തായിരുന്നു? എന്താണ് സൈസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എന്താണ്? Number of the ഹോസ്പിറ്റലിലെ അവൈലബിൾ ആയിട്ടുള്ള ബെഡുകളുടെ എണ്ണം അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് സൈസ് എന്നത്. വെരി കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ് സൊല്യൂഷൻ, കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബെഡ്സ് ആണ് അല്ലെ? ഹോസ്പിറ്റൽ ഓഫേഴ്സ്. ആ ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്ന എന്താണ് ബെഡുകളുടെ എണ്ണമാണ് അവിടെ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതിനെ ബേസ് ചെയ്ത് നമ്മൾ എത്ര ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? സൈസിനെ ബേസ് ചെയ്ത് എത്രയായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? 3 ആയിട്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആരൊക്കെയാണ്? ശ്രീലക്ഷ്മി, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നിലിമ, ഇർഫാന, റുബീന, നർഷില ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. 3 എണ്ണമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് അല്ലെ? സ്മോൾ ഹോസ്പിറ്റലിലെ നമ്പർ ഓഫ് ബെഡ്സിന്റെ എണ്ണം എത്രയാണ് നമ്മൾ പറഞ്ഞത്? സ്മോൾ ഹോസ്പിറ്റൽ ഓക്കെ, വെരി 30 or less than 30. തെറ്റിക്കോട്ടെ, ആൻസർ തെറ്റാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറയണോ കേട്ടോ. ഓക്കെ, അപ്പൊ 30 or less than 30 ആണെങ്കിൽ സ്മോൾ ഹോസ്പിറ്റൽ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സൈസിനെ ബേസ് ചെയ്തിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു അല്ലെ? അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം കേട്ടോ. സ്മോൾ ഹോസ്പിറ്റല്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. പോയിന്റ് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തിട്ട് ക്ലാസ്സിലോട്ട് പോവാം കേട്ടോ. അവിടെ നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽ എന്താ പറഞ്ഞേ? 30 or less than 30 ബെഡ്സ്. മിഡിലോട്ട് വരുമ്പോൾ എത്രയാ? 30 to 100 ബെഡ്സ്. ലാർജിലോട്ട് വരുമ്പോൾ കറക്റ്റ് ആണ് കേട്ടോ. അറിയാം, കറക്റ്റ് ആണ്. പിന്നെന്താണ്? ലാർജ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ എത്രയാണ്? മോർ ദാൻ 100. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? സ്മോൾ ഹോസ്പിറ്റൽ ആവുമ്പോൾ എങ്ങനെ റിസോഴ്സ് എങ്ങനെയാണ്? ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉള്ളൂ അല്ലെ? മിഡിലോട്ട് വരുമ്പോഴെന്താണ്? നമുക്ക് എന്ത് പറയാം? കുറച്ചുകൂടെ മോർ ദാൻ എന്താണ് പറയാം? സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ റിസോഴ്സസ് ഉണ്ട് അല്ലെ? മോർ റിസോഴ്സ് ദാൻ ദ സ്മോൾ ഹോസ്പിറ്റൽ, ബട്ട് നോട്ട് സോ കോംപ്രിഹെൻസീവ് ആസ് ദ ലാർജ് ഹോസ്പിറ്റൽ. അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത്? കറക്റ്റ് ആണ് കേട്ടോ. ശരണ്യ, ജോസ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ജോഷില കറക്റ്റ് ആണ്. അപ്പൊ മിഡ് സൈസ്ഡിൽ അങ്ങനെയാണ് അല്ലെ? ലാർജ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്? റിസോഴ്സസ് എങ്ങനെയാണ്? പ്ലെന്റിഫുൾ റിസോഴ്സസ് അല്ലെ? ധാരാളം റിസോഴ്സസ് അവർക്ക് ഉണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അത് രണ്ടാമത്തെ പോയിന്റ് അല്ലെ? മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ ശരണ്യൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ മൂന്നാമത്തെ പോയിന്റ് എങ്ങനെ ചിന്തിച്ചാൽ മതി? റിസോഴ്സ് ഉണ്ടാകുമ്പോൾ അതിനെ കണക്ട് ചെയ്ത് നമ്മൾ ചിന്തിക്കണം. സ്മോൾ ഹോസ്പിറ്റൽ ലിമിറ്റഡ് റിസോഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തായിരിക്കും? അവർക്ക് ഒരു ഹൈ എൻഡ് കെയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ദേ ഡു നോട്ട് പ്രൊവൈഡ് ഹൈ എൻഡ് കെയർ അല്ലെ? ബേസിക് കെയർ മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മിഡിലോട്ട് വരുമ്പോഴോ റീസണബിൾ ലെവൽ ഓഫ് കെയർ കൊടുക്കാൻ പറ്റും. അതേസമയം ലാർജിൽ വരുമ്പോഴോ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ? പിന്നെ സ്മോൾ ഹോസ്പിറ്റലിലെ എല്ലാ സേവനങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്? ഔട്ട്സോഴ്സ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സർവീസ് ആയാലും
നോൺ ക്ലിനിക്കൽ സർവീസ് ആയാലും കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തോട്ട് എടുക്കുകയാണ് അല്ലെ, ഔട്ട്സോഴ്സ് ചെയ്യാണ് അല്ലെ കൂടുതലും. അതേസമയം മിഡിൽ അങ്ങനെയാണോ? അല്ല. അവിടെ എന്താണ്, ക്ലിനിക്കൽ സേവനങ്ങളെല്ലാം തന്നെ ഇൻ ഹൗസ് സർവീസ് ആയിട്ട് കൊടുക്കുന്നു. പക്ഷെ നോൺ ക്ലിനിക്കൽ സേവനങ്ങൾ മാത്രമാണ് അവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. ലാർജ് ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ എന്തെങ്കിലും ഔട്ട്സോഴ്സ് ചെയ്യേണ്ട കാര്യം വരുന്നുണ്ടോ? ഇല്ല അല്ലെ. എല്ലാം തന്നെ എന്താണ്, ഓൾ സർവീസസ് പ്രൊവൈഡഡ് ആസ് എ ഇൻ ഹൗസ് സർവീസ് അല്ലെ. എല്ലാ സേവനങ്ങളും, അതായത് ക്ലിനിക്കൽ ആയിക്കോട്ടെ നോൺ ക്ലിനിക്കൽ ആയിക്കോട്ടെ, എല്ലാ സേവനങ്ങളും എന്താണ്, ഇൻ ഹൗസ് സർവീസ് ആയിട്ടാണ് ലാർജ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പോയിന്റുകൾ മാത്രമേ ഇവിടെ അതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക ആ ബെഡിന്റെ നമ്പർ വെച്ചിട്ടാണ്. അതായത് സൈസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ബെഡാണ്, അത് വെച്ചിട്ടാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് കൂടുതൽ. മുൻ വർഷങ്ങൾ അങ്ങനെയാണ് കണ്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ പ്രൈമറി കെയർ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ലെവൽ ഓഫ് കെയർ അല്ലെ, പരിചരണത്തിന്റെ നിലവാരം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഇതൊക്കെയായിരുന്നത് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ അല്ലെ. അതായത് പ്രാഥമിക പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റല്, ദ്വിതീയ പരിചരണം, തൃതീയ പരിചരണം നൽകുന്ന ഹോസ്പിറ്റലുകൾ. അതിനകത്ത് ആദ്യത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൈമറി കെയർ ഹോസ്പിറ്റൽ. ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാ നമ്മൾ പ്രൈമറി കെയറിന് പറഞ്ഞത്? PHC അല്ലെ, അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെ. പ്രൈമറി ഹെൽത്ത് സെന്റർ കറക്റ്റ് ആണ് കേട്ടോ. ജോസ്നി ശ്രീലേഷ് കൻസിയ കറക്റ്റ് ആണ്. PHC അതാണ് അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മളെല്ലാം ഗവൺമെന്റ് സിസ്റ്റത്തിലൂടെയാണ് നോക്കിക്കാണുന്നത്. അപ്പൊ പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അപ്പൊ അതിനെ ക്ലിയർ ചെയ്തതാണ് നമ്മള്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡറി കെയർ ആണ് കേട്ടോ. അതായത് ദ്വിതീയ പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ കേട്ടോ. വായിക്കാം നമുക്ക്. ഓക്കെ, കറക്റ്റ് ആണ്. CHC കേട്ടോ. These are the hospitals that offer medical care which is 1 level higher than primary care അല്ലെ. അതായത് പ്രൈമറി കെയർ കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് ഒരു പടി മുന്നിൽ അല്ലെ, ഒരു പടി മുന്നിൽ പരിചരണം കൊടുക്കുന്ന അല്ലെ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പരിചരണം കൂടുതൽ കൊടുക്കുന്ന അത്തരം ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളവിടെ സ്മോളും മിഡ് പറഞ്ഞപ്പോ മിഡിനെ നമ്മൾ സ്മോൾ ആയിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞ പോലെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കാം. Such hospitals will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care clinical procedure, cesarean delivery, etc. അപ്പൊ ഇതിന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ചുകൂടെ എന്താണ് പ്രൈമറി കെയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണങ്ങൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊക്കെ എക്സാമ്പിൾ ആണ് അവർ പറയുന്നത് ജനറൽ സർജറികൾ, ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ജനറൽ സർജറികള്. അതുപോലെ നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറി. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഈ ഡെന്റൽ റീസ്റ്റോറേഷൻ സർജറി നടത്തും അല്ലെ. പല്ലിന്റെ ഒക്കെ ചെറിയ മൈനർ സർജറി, കാറ്ററാക്ട് സർജറി, തിമിര ശസ്ത്രക്രിയ, അതിനൊക്കെ പറയുമ്പോൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളൊന്നുമില്ല. അപ്പൊ അത്തരത്തിലുള്ള നോൺ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി സർജറികള്. പിന്നെന്താ പറയുന്നത്, ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയർ അല്ലെ. വളരെ ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ അല്ലെ, ഇന്റൻസീവ് കെയർ പ്രൊസീജിയേഴ്സ്. സിസേറിയൻ ഡെലിവറി, നോർമൽ ഡെലിവറി നമ്മൾ പ്രൈമറി കെയറിനകത്താണ് പറഞ്ഞത്. സിസേറിയൻ ഡെലിവറി അല്ലെ, അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഏതിനകത്ത് കൊടുക്കുന്നുണ്ട്, സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് അതിന് എക്സാമ്പിൾ ആണ്. Okay, in government system, community health center അഥവാ CHC and divisional and district hospitals are considered as a secondary care level hospitals. Underline ചെയ്ത് വെക്കണം കേട്ടോ. ഓരോന്നിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. പ്രൈമറി കെയറിന് എക്സാമ്പിൾ PHC ആണ്. സെക്കൻഡറി കെയറിന് എക്സാമ്പിൾ ഏതൊക്കെ പറഞ്ഞ CHC അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത് നമ്മൾ താലൂക്ക് ആശുപത്രികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതായത് ഒരു 4 പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ മേൽനോട്ടം വഹിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞിട്ട്. CHCയുടെ ഫുൾ ഫോമും പഠിച്ചു വെക്കണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. 4 PHC, 4 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പൊതുവെ 4 ആണ്. 4 PHCയുടെ മേൽനോട്ടം വഹിക്കുന്നതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. താലൂക്ക് ആശുപത്രികളൊക്കെ നമുക്ക് എക്സാമ്പിൾ പറയാം കേട്ടോ. എന്നുവെച്ചാൽ കുറച്ചധികം പോപ്പുലേഷന് പരിചരണം കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. ഏകദേശം അവർ പറയുന്ന ഒരു 1,20,000 ആളുകൾ അടങ്ങുന്ന ആ ഒരു പോപ്പുലേഷന് സേവനങ്ങൾ, അവർക്കൊക്കെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കാൻ
അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ കേട്ടോ CHSE-ന്. അതുപോലെ തന്നെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഈ ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും പിന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ജില്ലാ ആശുപത്രികള്, അവയ്ക്കിടയിൽ വരുന്ന ഒരു ഹോസ്പിറ്റൽസ് ആണ് ഡിവിഷണൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അവര് CHS-നേക്കാളും കുറച്ചും കൂടെ കൂടുതൽ ആളുകൾക്ക് അവർക്ക് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. റിഫറൽ സെന്റർ പോലെ കുറച്ചും കൂടെ കൂടുതൽ ആളുകൾക്ക് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ, എന്ന് വെച്ചാൽ CHS-നേക്കാളും കുറച്ചും കൂടെ അധികം ആളുകൾക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കാൻ സൗകര്യമുണ്ട് കേട്ടോ ഡിവിഷണൽ ഹോസ്പിറ്റൽസ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അറിയാലോ, ജില്ലാ ആശുപത്രികളൊക്കെ ഈ പറയുന്ന സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്, പഠിച്ചു വെക്കണം കേട്ടോ അത്. ഓക്കെ, ഇനി നോക്കിക്കേ, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ better resourced than primary hospitals and can handle a large number of emergency cases. ശരിയല്ലേ? അതായത് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്താണ്, പ്രൈമറി ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ റിസോഴ്സസ് ഉണ്ട്. റിസോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ, സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കുറെ കൂടെ എമർജൻസി കേസുകൾ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അതിനുള്ള ഫെസിലിറ്റീസ് അവർക്ക് ഉണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ ജനറലി ഓഫർ സെക്കൻഡറി കെയർ. നമ്മൾ നേരത്തെ സയൻസിനെ ബേസ് ചെയ്തിട്ട് സ്മോള്, മിഡ്, ലാർജ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലെ. അതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരുവിധപ്പെട്ട സ്മോൾ ഹോസ്പിറ്റൽസ്, മോസ്റ്റ് ഓഫ് ദ എന്നാണ് പറഞ്ഞത്, മോസ്റ്റ് ഓഫ് ദ സ്മോൾ ഹോസ്പിറ്റൽസ്, മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ എങ്ങനെയുള്ള പരിചരണമാണ് കൊടുക്കുന്നത്, സെക്കൻഡറി കെയർ ലെവൽ പരിചരണങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. സൈസിനെ ബേസ് ചെയ്ത് തിരിച്ചില്ലേ, അതിനകത്ത് സ്മോൾ ഹോസ്പിറ്റൽസും മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എല്ലാം തന്നെ ഒരു സെക്കൻഡറി ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിൽ പഠിക്കാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. പ്രൈമറി കെയർ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഒരു പടി മുന്നില് അല്ലെ, ഒരു പടി മുന്നില് കൂടുതൽ പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സെക്കൻഡറി കെയർ എന്ന് പറയുന്നത്. എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക കേട്ടോ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിവിഷണല്, അതുപോലെ ഡിസ്ട്രിക്ട്, ജില്ലാ ആശുപത്രികള്, താലൂക്ക് ആശുപത്രികൾ, ഇതെല്ലാം തന്നെ സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്. നമ്മൾ സയൻസിനെ ബേസ് ചെയ്ത് തിരിച്ച സ്മോൾ ഹോസ്പിറ്റൽസും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസും എങ്ങനെയുള്ള പരിചരണങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ പറയുന്ന സെക്കൻഡറി കെയർ ലെവൽ ഓഫ് കെയർ ആണ്, സെക്കൻഡറി ലെവൽ ഓഫ് കെയർ ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും അത് മനസ്സിലാക്കാറുണ്ട്, വേറൊന്നുമില്ല. ഓക്കെ, പിന്നെ കുറെ കൂടെ റിസോഴ്സ് ഉള്ളത് കൊണ്ട് കുറച്ചെന്താ അധികം എമർജൻസി കേസുകൾ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ പറയുന്ന കാര്യങ്ങള്? ഓക്കെ അല്ലേ? മനസ്സിലാകുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ടെർഷ്യറി കെയർ കേട്ടോ. ടെർഷ്യറി കെയർ എന്താണ് നോക്കിയേ, ദീസ് ആർ ദ ഹോസ്പിറ്റൽ വിത്ത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ അല്ലെ, കുറെ കൂടെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ നൽകുന്ന ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ജനറലി ദേ ഓഫർ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ വിച്ച് ഇസ് റിക്വയർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് കാർഡിയാക്, ന്യൂറോ, നെഫ്രോ, ക്യാൻസർ എക്സെട്ര. ഓക്കെ, ന്യൂറോന്റെ സ്പെല്ലിംഗ് തെറ്റുണ്ട് കേട്ടോ, അതൊന്ന് തിരുത്തണേ. NEURO എന്നാണ് കേട്ടോ, ന്യൂറോ. ഓക്കെ, ന്യൂറോ, NEA എന്ന് വേണ്ട കേട്ടോ. ഓക്കെ, അപ്പോ ഈ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, കുറെ കൂടെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞാല് നമ്മൾ കാണുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെല്ലാം തന്നെ എന്ത് പരിചരണം പ്രൊവൈഡ് ചെയ്യുന്നത്, ടെർഷ്യറി കെയർ പരിചരണം അല്ലെങ്കിൽ ടെർഷ്യറി കെയർ ലെവലാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവരെന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് വിച്ച് ഈസ് റിക്വയർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് കാർഡിയാക് അല്ലെ. കാർഡിയാക് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, എന്തിന് സ്പെഷ്യലൈസ് ചെയ്തതായിരിക്കും, ഹാർട്ട് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും അല്ലെ കാർഡിയാക്. ന്യൂറോ എന്തായിരിക്കും, ന്യൂറോൺ സംബന്ധമായിട്ടുള്ളത് അല്ലെ, നാഡികള് ന്യൂറോൺ സംബന്ധമായിട്ടുള്ളത്. നെഫ്രോ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നെഫ്രോളജി എന്ന് പറയുമ്പോൾ ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് കിഡ്നിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ക്യാൻസർ. അങ്ങനെ ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ടെർഷ്യറി കെയർ ആണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, ശരണ്യ, കാർഡിയക് ഹാർട്ടാണ്. ഇനി നോക്കുക കേട്ടോ, tertiary care hospitals will have most advanced equipment and doctors' level of qualification and expertise. Tertiary care hospital എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്,
കൂടുതൽ അഡ്വാൻസ്ഡ് ലെവൽ എന്നുവെച്ചാൽ ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സും പ്രൊഫഷണൽസും ഒക്കെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസുകളായിരിക്കും അല്ലെ. അവിടെ എങ്ങനെയാണെന്ന് the operation theaters and ICU of such hospitals will typically be state of art. അതാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട്. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രയോഗമാണ്. അത് ഉദ്ദേശിക്കുന്ന ഇത്രയുള്ള വളരെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ. അതാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറയുമ്പോൾ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ അല്ലെ, ഏറ്റവും എന്താ പറയുക ഡെവലപ്ഡ് ആയിട്ടുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുക കേട്ടോ. അതിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ ഒത്തിരി എക്സ്പേർട്ട് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും പിന്നെ എന്താണ് നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഹോസ്പിറ്റലുകൾ ആയിരിക്കും. ഓക്കെ, അവിടെ ICU ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിരിക്കും അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ ആണ് പഠിക്കുന്നത്. ഇൻ ഗവൺമെന്റ് സിസ്റ്റം ദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽസ് ആണ് ടെർഷ്യറി കെയർ ലെവൽ അല്ലെ. ടെർഷ്യറി കെയർ ലെവൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഏതാ പറയുന്നത്? ഗവൺമെന്റ് സിസ്റ്റത്തിൽ മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ. എല്ലാം നമ്മൾ ഗവൺമെന്റ് സിസ്റ്റത്തിലുള്ള എക്സാമ്പിൾ ആണ്. ടെർഷ്യറി കെയറിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ. മെഡിക്കൽ കോളേജ്. ഓക്കെ, ഇത്രയുള്ളൂ അതിനകത്ത് കേട്ടോ. അപ്പൊ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്ത് നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെർഷ്യറി കെയർ. ഓക്കെ, പ്രൈമറി കെയറിന് എക്സാമ്പിൾ നമ്മൾ എന്താ പഠിച്ചത്? PHC ആണ്, പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. സെക്കൻഡറി കെയറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? CHC അല്ലെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതുപോലെ തന്നെ എന്താണ് PHC അതിൽ വരില്ല കേട്ടോ. നോഷില്ല, PHC വരുന്ന പ്രൈമറി കെയറിനാണ്. സെക്കൻഡറി കെയറിൽ വരുന്നത് CHC ഡിവിഷണൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുകളാണ് കേട്ടോ. താലൂക്ക് ആശുപത്രികള്, ജില്ലാ ആശുപത്രികള്, ഡിവിഷണൽ ഹോസ്പിറ്റലുകളൊക്കെ വരുന്നത് സെക്കൻഡറി കെയർ ലെവലാണ്. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, മിക്കവാറും സ്മോൾ ഹോസ്പിറ്റൽസ്, മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഓക്കെ നോഷില, ഓക്കെ മനസ്സിലായിട്ടോ. അതെല്ലാം തന്നെ എന്തായിരിക്കും? സെക്കൻഡറി കെയറിൽ പരിചരണമാണ് കൊടുക്കുന്നത്. ഇനി ടെർഷ്യറി കെയർ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ഏതാ നമ്മൾ പഠിച്ച? മെഡിക്കൽ കോളേജ് കേട്ടോ. നിങ്ങളോട് ചോദിക്കും മെഡിക്കൽ കോളേജ് ദാറ്റ് പ്രൊവൈഡ്സ് ഡാഷ് ടൈപ്പ് ഓഫ് കെയർ. ഇങ്ങനെയുള്ള ഓപ്ഷനിലായിട്ട് പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും, ടെർഷ്യറി ഉണ്ടാവും കേട്ടോ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്യണം, ടെർഷ്യറി കെയർ ആണ്. ചിലപ്പോൾ നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ ഒരു CHC ആയിരിക്കും തരുന്നത്. CHC പ്രൊവൈഡ്സ് ഡാഷ് ടൈപ്പ് ഓഫ് കെയർ. ഏത് ടൈപ്പ് കെയർ ആണ് കൊടുക്കുന്നത്? സെക്കൻഡറി കെയർ ആണ്. PHC പ്രൊവൈഡ് ഡാഷ് ടൈപ്പ് ഓഫ് കെയർ. ഏത് ടൈപ്പാണ്? പ്രൈമറി കെയർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അതിന് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഫാക്ടറിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ഫാക്ടർ എടുക്കാം. ഓക്കെ, മൂന്നാമത്തെ ഫാക്ടർ എന്താണ് നമ്മൾ പറഞ്ഞത്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ് അല്ലെ. എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്? എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതൊരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നില്ല, പക്ഷെ ഒരു വിധപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെന്താണ് ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയ്ക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചില എന്താ പറയുക സ്പെഷ്യലൈസ്ഡ് കെയർ അതിന് ഓഫർ ചെയ്യുന്നുണ്ടാവും അല്ലെ. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി. എന്ത് സ്പെഷ്യാലിറ്റി ആണ് അല്ലെങ്കിൽ എന്ത് സ്പെഷ്യാലിറ്റി സ്പെസിഫിക് ഏരിയയിലുള്ള കെയറിംഗ് ആണ് അവര് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഓരോ ഹോസ്പിറ്റൽ അവർ ഓഫർ ചെയ്യുന്ന ചില സ്പെഷ്യലൈസ്ഡ് കെയർ ഉണ്ടായിരിക്കും. ചിലത് ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രത്യേകം പരിചരണങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്റർ അല്ലെ, RCC തിരുവനന്തപുരം, അവരെന്തിനാണ് സ്പെഷ്യലൈസ്ഡ് കെയർ അവിടെ കൊടുക്കുന്നത്? ക്യാൻസർ സംബന്ധമായിട്ടുള്ള ചികിത്സയ്ക്കാണ്. അപ്പോ അതൊക്കെ എന്താണ്? ഓരോ സ്പെഷ്യാലിറ്റികളാണ് അല്ലെ. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടോ? വന്ധ്യതാ ചികിത്സയ്ക്ക് IVF ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റൽ. അപ്പൊ അവർ ആ ഒരു മേഖലയിലാണ് സ്പെഷ്യലൈസ്ഡ്, അവരുടെ സ്പെഷ്യാലിറ്റി ആ ഒരു ഏരിയയിലാണ് അല്ലെ. അതാണ് അവിടെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? കറക്റ്റ് ആണ് ബഷീർ, ഐ കെയർ ഹോസ്പിറ്റൽ. കാരണം ഐ സംബന്ധമായിട്ടുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള എല്ലാ ചികിത്സകളും അവിടെ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റി എന്താണ്? കണ്ണിനാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. വായിക്കാം നമുക്ക്. Hospitals can also be classified on the basis of clinical speciality they offer. For example, hospitals which offer cardiac care are classified as a
കാർഡിയക് ഹോസ്പിറ്റൽ അല്ലെ. നമ്മളപ്പോ കാർഡിയക് കെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കാർഡിയക് ഹോസ്പിറ്റൽ എന്ന് പറയും അല്ലെ. അല്ലെ, അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ ആർ ക്ലാസിഫൈഡ് ആസ് എ ഓങ്കോ ഹോസ്പിറ്റൽ. ക്യാൻസർ പരിചരണങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ നമ്മൾ എന്ത് പറയും? ഓങ്കോ ഹോസ്പിറ്റൽ എന്ന് പറയും. ഓക്കെ, ഇനി നോക്കുക കേട്ടോ. എ ഹോസ്പിറ്റൽ ക്യാൻ ഓഫർ വൺ ഓർ മോർ സ്പെഷ്യാലിറ്റി, നെയ്മിലി സിംഗിൾ സ്പെഷ്യാലിറ്റി ഓർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അവരവിടെ ക്ലാസിഫൈ ചെയ്തത്? രണ്ടായിട്ടാണ് അവര് ക്ലാസിഫൈ ചെയ്തത് അല്ലെ. അവര് ഓഫർ ചെയ്യുന്ന ആ ഒരു സ്പെഷ്യാലിറ്റിക്ക് ബേസ് ചെയ്തിട്ട് അവര് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും രണ്ടായിട്ട് അവരവിടെ ക്ലാസിഫൈ ചെയ്തു അല്ലെ. സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദക്ഷിണ പറഞ്ഞ പോലെ ഐ കെയർ ഹോസ്പിറ്റൽ അല്ലെ. ഇപ്പൊ വാസൻ ഐ കെയർ പോലുള്ള ഹോസ്പിറ്റലുകളൊക്കെ, അതുപോലെ ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ കാർഡിയക് ഹോസ്പിറ്റൽ, ഇതൊക്കെ സിംഗിൾ സ്പെഷ്യാലിറ്റിയാണ്. അതിന് മാത്രം പരിചരണം കൊടുക്കുന്ന, അങ്ങനെ ആ ഒരു ഏരിയയിൽ മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽസും ഡോക്ടർമാരും അതിന്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റുകളും അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് സിംഗിൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒന്നിലധികം സ്പെഷ്യാലിറ്റികളിൽ കെയർ കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ രാജഗിരി പോലത്തെ ഹോസ്പിറ്റൽ, രാഷ്ട്ര മെഡിസിറ്റി അങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റൽ, എക്ഷോർ ഹോസ്പിറ്റൽ, അവിടെ കാർഡിയോളജി വിഭാഗമുണ്ട്, നെഫ്രോളജി വിഭാഗമുണ്ട്, ന്യൂറോളജി വിഭാഗമുണ്ട് ഇല്ലേ. അതുപോലെ പൾമണോളജി വിഭാഗമുണ്ട്. അപ്പൊ ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കുകൾ, അത്തരത്തിലുള്ള കെയറിങ് അവിടെ പ്രൊവൈഡ്. കാരണം മൾട്ടി സ്പെഷ്യാലിറ്റി, മൾട്ടി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലാണ് അല്ലെ. ഒന്നിൽ കൂടുതൽ പല മേഖലകളിലും സ്പെഷ്യാലിറ്റി കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകളാണ് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇതിനെ തരംതിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നും നമുക്ക് തരംതിരിക്കാം. ഓക്കെ, ഇനി എന്താണ്? ആൾസോ ഡിപെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ്, ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ ഇസ് ഡിറ്റർമിനേറ്റഡ്. അതൊരു പോയിന്റ് ആണ് പറഞ്ഞത്. അതായത് ഡിപെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ്, അങ്ങനെ ഓരോ ഹോസ്പിറ്റൽ അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് കൊണ്ടാണ് അവിടുത്തെ റിസോഴ്സുകളും അതുപോലെ തന്നെ ഓർഗനൈസേഷനും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ശരിയല്ലേ? ഒരു കാർഡിയക് ഹോസ്പിറ്റലിൽ വേണ്ട റിസോഴ്സസ് ആയിരിക്കോ നമുക്കൊരു ഓങ്കോളജി ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ട് വരുന്നത്? അല്ല. കാർഡിയക് കെയർ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങളാണ്, അത്തരത്തിലുള്ള റിസോഴ്സുകളാണ് അവിടെ വേണ്ടത്. അതേസമയം നമ്മൾ ഓങ്കോളജിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് വേറെ തരത്തിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ, പ്രൊസീജിയർ, ആ രീതിയിലുള്ള റിസോഴ്സുകളായിരിക്കും അവർക്ക് വേണ്ടി വരാം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ഡിപെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ്, ദ ടൈപ്പ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഓർഗനൈസേഷൻസ് ഡിറ്റർമിനേറ്റ്. അവർ എന്ത് സ്പെഷ്യാലിറ്റിയാണ് അവർ ഓഫർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സസ് അല്ലെ, അവരുടെ ഫെസിലിറ്റീസ്, അവരുടെ സൗകര്യങ്ങളും ആ ഒരു ഓർഗനൈസേഷനും ഡിറ്റർമിൻ ചെയ്യുന്നത്. എക്സാമ്പിൾ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കാർഡിയക് ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയക് ഐസിയു. ശരിയല്ലേ? ഒരു കാർഡിയക് ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കത്തീറ്റർ ലാബ് വേണം അല്ലെ. കാത്ത് ലാബ് എന്നാണ് പറയുക. അതായത് ഈ പറയുന്ന ബൈപ്പാസ് സർജറി അങ്ങനെയുള്ള കാർഡിയക് സംബന്ധമായിട്ടുള്ള പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ലാബിൽ വെച്ചിട്ടാണ് കേട്ടോ. കാത്ത് ലാബ്, കാർഡിയക് ഐസിയു ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതാണ് അവർക്ക് വേണ്ട റിസോഴ്സസ്. ഇനി വൈൽ ഓങ്കോ ഹോസ്പിറ്റൽ, ഓങ്കോളജി അല്ലെ, ഓങ്കോളജി എന്നൊക്കെ കേട്ടാൽ ക്യാൻസർ റിലേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ദാറ്റ് വിൽ റിക്വയർ ദ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ്. അവർക്ക് എങ്ങനെയുള്ള റിസോഴ്സ് വേണ്ടി വരും? റേഡിയേഷൻ തെറാപ്പി യൂണിറ്റുകൾ ആവശ്യമായിട്ട് വരും. അപ്പൊ ഓരോരുത്തരും ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് എന്താണോ അതിനനുസരിച്ച് ആ റിസോഴ്സുകളിലും എന്ത് വരുന്നുണ്ട്? റിസോഴ്സിലും ഓർഗനൈസേഷനിലും മാറ്റം വരുന്നുണ്ട്. ഒന്നുമില്ല അതിനകത്ത് മനസ്സിലാക്കാൻ, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് പ്രധാനമായിട്ട് നമ്മൾ സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും മൾട്ടി സ്പെഷ്യാലിറ്റി എന്നാണ് തരംതിരിക്കുന്നത്. ഓരോ ഹോസ്പിറ്റൽ അവർ ഓഫർ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിക്ക് അനുസരിച്ച് കൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സസും ഓർഗനൈസേഷനും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷനും കഴിയുന്നുണ്ട് നമ്മുടെ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. അടുത്തത് കേട്ടോ, ഓണർഷിപ്പ്. എന്താണ്? ഉടമസ്ഥാവകാശം അല്ലെ.
ഉടമസ്ഥാവകാശം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കാണുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് നമ്മുടെ നാട്ടില്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അത് തന്നെയാണ് കേട്ടോ ക്ലാസിഫിക്കേഷൻ ഇല്ലേ. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. അതെന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താ വെച്ചാൽ അവിടെ കുറെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫുൾ ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ ഓണർഷിപ്പില് താഴെ പറയുന്നതിൽ അത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണോ അഥവാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പെടുന്നതാണോ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പൊ അതിൽ പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് നോക്കാം നമുക്ക് ഓണർഷിപ്പ് കേട്ടോ. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് എ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ദ ഫോളോസ്. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? രണ്ടായിട്ട്. ഏതൊക്കെയാണ്? പബ്ലിക് ഹോസ്പിറ്റൽസ് അല്ലെ, പബ്ലിക് ഹോസ്പിറ്റൽസും രണ്ടാമത്തെ എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസും. നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ ഓൺഡ് ബൈ ഗവൺമെന്റ് അല്ലെ. അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ആവാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം അല്ലെ. അപ്പൊ ഗവൺമെന്റ് ഉടമസ്ഥാവകാശം ഉള്ളതിന് നമുക്ക് പബ്ലിക് ഹോസ്പിറ്റൽ എന്നും, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽസ് ആദ്യപരിശീലകർ അണ്ടർ ഗവൺമെന്റ്. പ്രൈവറ്റ് ഒക്കെ അറിയാലോ, ഹോസ്പിറ്റൽ ഓൾറെഡി ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ അല്ലെ. പ്രൈവറ്റ് ഒരു സ്വകാര്യ വ്യക്തികളാവാം, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർഷിപ്പിനായിരിക്കാം, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ അല്ലെ. ഇനി ഇതിന് ഓരോന്നിനും എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം കേട്ടോ. നോക്കാം, ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ നോക്കാം. പബ്ലിക് ഹോസ്പിറ്റൽ കേട്ടോ. ഹോസ്പിറ്റൽ ഓണർഡ് ബൈ ദ ഗവൺമെന്റ്. ഫസ്റ്റത്തെ എന്താ അവർ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതായത് കേന്ദ്ര ഗവൺമെന്റ് ആശുപത്രികൾ കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഉടമസ്ഥാവകാശങ്ങളാണ്, അവരുടെ കൺട്രോളിലുള്ള, അവർ മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ. എക്സാമ്പിള് അതാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ ഏതൊക്കെയാണ് നോക്കിയേ? എയിംസ് അല്ലെ. എയിംസിന്റെ ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എയിംസിന്റെ ഫുൾ ഫോം ഞാൻ പറയാം, അത് നോട്ട് ചെയ്ത് വെക്കാം. എന്താണ് എയിംസിന്റെ ഫുൾ ഫോം? എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. അതാണ് ഓൾ ഇന്ത്യ. എഴുതിക്കോളൂ കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ് കേട്ടോ. എന്താണ്? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതെങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്? അത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ് അല്ലെ. കിട്ടിയോ നിങ്ങൾക്ക്? എയിംസിന്റെ ഫുൾ ഫോം കിട്ടിയോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അതൊരു മെഡിക്കൽ കോളേജ് ആണ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. ഓക്കെ, സ്പെല്ലിംഗ് ഒക്കെ കിട്ടിയില്ലേ? ഓൾ ഇന്ത്യ കേട്ടോ. ALL ഓൾ ഇന്ത്യ. ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് INSTITUT കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ MEDICL മെഡിക്കൽ സയൻസ് കേട്ടോ. SSCIENC. ഓക്കെ, അടുത്തതാണ് PGI. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. PGIയുടെ ഫുൾ ഫോം ഇതാണ്: പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ. റിസർച്ച് അതുകൊണ്ട് പറയാം: പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഓക്കെ, ഫുൾ ഫോം ഒക്കെ ചോദിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. കിട്ടിയില്ലേ? എയിംസും PGIയും അപ്പൊ എന്തിന് എക്സാമ്പിൾ ആണ്? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. എയിംസിന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGIയുടെ ഫുൾ ഫോം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ. ചണ്ഡീഗഡിലുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ചണ്ഡീഗഡ് ഉണ്ടല്ലോ, അവിടെയാണ് കേട്ടോ PGI സ്ഥിതി ചെയ്യുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ക്ലിയർ ആയോ? കിട്ടിയില്ലേ? സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എക്സാമ്പിൾ ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കണം. അടുത്തത് ഇനി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ്. കറക്റ്റ് ആണ് കേട്ടോ. ആരെയാ? കിട്ടിയില്ല എല്ലാവർക്കും? ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കേട്ടോ. സ്റ്റേറ്റ് ക്ലിയർ. ഓക്കെ,
സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. അതിന് എക്സാമ്പിൾ എന്താണ്? എന്താണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകൾ അല്ലെ, ദോസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. എക്സാമ്പിൾ ഏതാണ്? സച്ച് എസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെ, നമ്മുടെ ജില്ലാ ആശുപത്രികൾ അല്ലെ, ജില്ലാ ആശുപത്രികൾ കേട്ടോ. എക്സാമ്പിൾ എഴുതി വെച്ചോട്ടോ. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ദാറ്റ് മീൻസ് ദോസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറയുന്നത് പബ്ലിക് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ വരുന്നതാണ് എന്ത്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് അല്ലെ, മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. അതെന്താണ്? ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം. നമ്മൾ പറഞ്ഞില്ലേ താലൂക്ക് ആശുപത്രികളൊക്കെ പറഞ്ഞില്ലേ, അത് കേട്ടോ. മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം അല്ലെ, ജില്ലാ ഭരണകൂടം മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്, പബ്ലിക് ഹോസ്പിറ്റലിനകത്ത് വരുന്നതാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ ഹോസ്പിറ്റൽ ദാറ്റ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ജില്ലാ ഭരണകൂടം. എന്താണ് എക്സാമ്പിള്? മുനിസിപ്പൽ ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതെങ്ങനെയുള്ളതാണ്? പബ്ലിക് ഹോസ്പിറ്റലില് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്തത് നോക്കിയേ, PSU ഹോസ്പിറ്റൽ. എന്താണ് PSU? PSU എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കാം. വെരി ഗുഡ് കാവ്യ, കറക്റ്റ് ആണ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അല്ലേ? എന്താണ് ശ്രീലേഷ് സെക്കൻഡ് ഒന്ന് പറയൂ. സെക്കൻഡ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ കേട്ടോ. മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ദോസ് മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ, ജില്ലാ ഭരണകൂടങ്ങള്, ജില്ലാ ഭരണകൂടം മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽ കേട്ടോ. അതിനെയാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ. താലൂക്ക് ആശുപത്രി നമ്മൾ പറയില്ലേ, ആ സംഭവമാണ് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഏത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്? ജില്ലാ ആശുപത്രികൾ കേട്ടോ, ജില്ലാ ആശുപത്രികൾ. പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് PSU. സെക്കൻഡ് പോയിന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ്. അതാണ് പറഞ്ഞത് ദോസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ, സച്ച് എസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ കേട്ടോ. അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകൾ അല്ലെ. എന്താണ് എക്സാമ്പിള്? ജില്ലാ ആശുപത്രികൾ കേട്ടോ. മുനിസിപ്പൽ എന്ന് പറയുമ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് PSU. PSUന്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കുക. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പൊതുമേഖലാ സ്ഥാപനം കേട്ടിട്ടില്ലേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തരം ഹോസ്പിറ്റലുകളുടെ ഓണർഷിപ്പ് ആരെന്നെയായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും അല്ലെ. ഓണർഷിപ്പ് സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റോ ആയിരിക്കും കേട്ടോ. അവരുടെ ഓണർഷിപ്പ് അവര് എന്താ പറയുക കൺട്രോൾ ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ്. പക്ഷെ അത് ഏതുപോലെ പ്രവർത്തിക്കുന്നത്? അതൊരു എന്താ പറയുക കമ്പനി, ഒരു ഓർഗനൈസേഷൻ പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഓണർഷിപ്പ് ആരുടെ ആയിരിക്കും? ഗവൺമെന്റിന്റെ ആയിരിക്കും കേട്ടോ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ് അല്ലെ. ഇന്ത്യൻ റെയിൽവേ അല്ലേ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ട് പറഞ്ഞ റെയിൽവേ ആണ് അല്ലെ, ഇന്ത്യൻ റെയിൽവേ ആണ്. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നോക്കിയേ, ദോസ് മാനേജ്ഡ് ബൈ ദി സ്പെസിഫിക്. കറക്റ്റ് ആണ് കേട്ടോ, അനുഷില ഹസീന കറക്റ്റ് ആണ്. ദോസ് മാനേജ്ഡ് ബൈ ദ സ്പെസിഫിക് PSU ലൈക്ക് റെയിൽവേ അല്ലെ, ഇന്ത്യൻ റെയിൽവേയുടെ ഓണർഷിപ്പിലുള്ള റെയിൽവേ ഹോസ്പിറ്റലുകൾ ഉണ്ട്. അതുപോലെ കോൾ ഇന്ത്യ ലിമിറ്റഡ് ഹോസ്പിറ്റൽസ് ഉണ്ട് കേട്ടോ. കോൾ ഇന്ത്യ ഇതൊക്കെ എന്താണ്? പബ്ലിക് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കേട്ടോ, ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള സ്ഥാപനങ്ങളാണ് കേട്ടോ. പക്ഷെ അത് പ്രവർത്തിക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി പോലെ ഓർഗനൈസേഷൻ പോലെ ആയിരിക്കും. പക്ഷെ അതിന്റെ ഫണ്ടിങ്ങും അതിന്റെ കൺട്രോളിങ്ങും ഓണർഷിപ്പും ആര് തന്നെയാണ്? ഗവൺമെന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ റെയിൽവേ ഹോസ്പിറ്റല്, അതുപോലെ കോൾ ഇന്ത്യ ലിമിറ്റഡ് അവരുടെ ഹോസ്പിറ്റൽ ഉണ്ട്. പിന്നെ മറ്റേ ONGC എന്ന് വെച്ചാൽ അതിന്റെ ഓയിൽ നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ONGC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ONGC ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ SAIL എന്ന് വെച്ചാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവരുടെ ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകൾ എന്ന് പറയുമ്പോൾ ആ ഒരു പൊതുമേഖല അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മെഡിക്കൽ ട്രീറ്റ്മെന്റും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് മാത്രമല്ല, അവർക്ക് ഒരുപാട് പ്രിവിലേജസ് ആനുകൂല്യങ്ങൾ കിട്ടും. അതുകൂടാണ്ട് പബ്ലിക്കിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പൊ PSU എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പൊ അവരുടെ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളും പബ്ലിക് ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ് കേട്ടോ. എന്തൊക്കെയാ PSU ഹോസ്പിറ്റൽ എക്സാമ്പിൾ പഠിച്ചത്? റേഡിയൻ ഹോസ്പിറ്റല്, കോൾ ഇന്ത്യ ലിമിറ്റഡ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ONGC, സെയില്, അതൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവരുടെയൊക്കെ ഹോസ്പിറ്റലുകൾ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ പബ്ലിക് ഹോസ്പിറ്റലിൽ പഠിക്കാൻ. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ദാറ്റ് ഇസ് ഓൺഡ് ബൈ ദ ഗവൺമെന്റ്. അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എയിംസും PGIയും. എയിംസിന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. PGI എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കേട്ടോ. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റലുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ. എക്സാമ്പിൾ ഏതാ നമ്മൾ പറഞ്ഞത്? ജില്ലാ ആശുപത്രികൾ അല്ലെ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റല്. പിന്നെ മുനിസിപ്പൽ ഹോസ്പിറ്റൽ. മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ജില്ലാ ഭരണകൂടം മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ, അതും ഗവൺമെന്റ് സെക്ടറിൽ വരുന്നതാണ് അല്ലെ, മുനിസിപ്പൽ ഹോസ്പിറ്റല്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറയുന്നത് PSU ഹോസ്പിറ്റലാണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പൊതുമേഖലാ ആശുപത്രികള്, റെയിൽവേ ഹോസ്പിറ്റല്, കോൾ ഇന്ത്യ ലിമിറ്റഡ് ഹോസ്പിറ്റൽ, ONGC ഹോസ്പിറ്റലുകള്, സെയിൽ ഹോസ്പിറ്റലൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അത് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. പബ്ലിക് ഹോസ്പിറ്റൽസ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ അല്ലെ. അതായത് ഒരു സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ സ്വകാര്യ ഓർഗനൈസേഷനോ കമ്പനിയോ അവര് പ്രോസസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റലുകൾ, അതിനെയല്ലേ നമ്മൾ സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ 4 ഡിവിഷൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ നോക്കിക്കേ, ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഫോർ പ്രോഫിറ്റ് ആണ്, ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, ലാഭേച്ഛയോടുകൂടി, ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാല് ദ ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ദ ബിസിനസ് പർപ്പസ് ആണ് അല്ലെ. ബിസിനസ് പർപ്പസ് എന്ന് പറയുമ്പോൾ അവരുടെ ലക്ഷ്യം എന്ത് തന്നെയാണ്? ലാഭമാണ് അല്ലെ. ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ധാരാളം ഹോസ്പിറ്റലുകളുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ്. ഇപ്പൊ ചില സ്വകാര്യ വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരു 5-6 ആളുകളുടെ പാർട്ട്ണർഷിപ്പിൽ അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കാം അല്ലെ. ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ എ പാർട്ട്ണർഷിപ്പ്. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിനകത്ത് വരുന്നതാണ്. പിന്നെ നോക്കിയേ, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ കേട്ടോ, തെറ്റിപ്പോകരുത്. കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അല്ല, അത് വ്യത്യാസമുണ്ട് കേട്ടോ. അത് സഹകരണ ആശുപത്രിയാണ്, ശ്രദ്ധിച്ച് വായിക്കണം. കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഉണ്ടാവില്ല. ഇപ്പൊ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ, നട്ട്ലക്സ് ഗ്രൂപ്പ് അല്ലെ, അതെന്ന് വെച്ചാൽ വലിയൊരു എന്താ പറയുക, കോർപ്പറേറ്റ് കമ്പനികൾ പ്രോസസ് ചെയ്യുന്ന അവരുടെ ഓണർഷിപ്പിലുള്ള ഹോസ്പിറ്റലുകളായിരിക്കും കേട്ടോ. അതാണ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. That means hospitals owned by the private company. ഒരു പ്രൈവറ്റ് കമ്പനി ഉടമസ്ഥാവകാശം അവരെ ഓൺ ചെയ്യുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ. ചിലവർ പെട്ടെന്ന് പേര് കേൾക്കുമ്പോൾ കോപ്പറേറ്റീവ് ആണെന്ന് ചിന്തിക്കും. കോപ്പറേറ്റീവ് അല്ലാണ്ട് അത് സഹകരണ ആശുപത്രികൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം, അത് ഏതിനകത്താ വരുന്നത്? ശരിക്കും നമ്മൾ പറയുമ്പോൾ സഹകരണ ആശുപത്രി എന്ന് പറയുമ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇതിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് എന്ന് പറയുമ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്ലിയർ ആകുന്നില്ലേ ശബ്ദം? ക്ലിയർ ആകുന്നില്ലേ? വോയിസ് ക്ലിയർ അല്ലേ? കട്ടായിപ്പോ? ഇപ്പൊ വരുന്നത് അതായത് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. കോർപ്പറേറ്റ് കമ്പനികൾ പ്രോസസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ. പെട്ടെന്ന് കേൾക്കുമ്പോൾ കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആണെന്ന് വിചാരിക്കരുത്. സഹകരണ ആശുപത്രി നമ്മൾ പറയില്ല, അതല്ല കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോർപ്പറേറ്റ് സൊസൈറ്റികളുണ്ട്, മറ്റേ കോർപ്പറേറ്റീവ് സൊസൈറ്റികളിലെ സഹകരണ സംഘങ്ങള് അവര് സ്ഥാപിക്കുന്നതാണ് സഹകരണ ആശുപത്രികൾ. അതെന്ന് പറഞ്ഞ കുറച്ച് നമുക്കൊരു ഹൈബ്രിഡ് ഹോസ്പിറ്റൽ ആണെന്ന് പറയുന്നത് വെച്ചാൽ അത് ഗവൺമെന്റിൽ നിന്ന് തന്നെ ഫണ്ടിങ്ങും സബ്സിഡിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സഹകരണ ആശുപത്രികളുണ്ട് കേട്ടോ. അത് പ്രധാനമായിട്ടും ചില ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ആളുകളുടെ ആവശ്യങ്ങള്, അവരുടെ ഹെൽത്ത് കെയർ നീഡ്സിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് തുടങ്ങുന്നത് ചില സഹകരണ സംഘങ്ങൾ തുടങ്ങുന്നതാണ് സഹകരണ ആശുപത്രികൾ കേട്ടോ. ഓക്കെ, ഇത് പൊതുവെ നമ്മൾ പ്രൈവറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പൂർണ്ണമായിട്ട് പ്രൈവറ്റ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാൽ അവര് ഗവൺമെന്റിൽ നിന്ന് ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ഇതല്ല കേട്ടോ, ഇത് കോർപ്പറേറ്റ് ആണ്. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ പ്രൈവറ്റിലാണ് വരുന്നത്.
പിന്നെ വരുന്നത് എന്താണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് അല്ലെ. നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലാഭേച്ഛയില്ലാതെ അല്ലെങ്കിൽ അവിടെ ചാരിറ്റബിൾ ആയിട്ടാണ് അല്ലെ, ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലൊക്കെ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട് അല്ലെ. അത് അവിടെ ലാഭമല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ചാരിറ്റി അല്ലെ, ചാരിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണ്. നോക്കിക്കേ, ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ NGO. NGO എന്ന് വെച്ചാൽ എന്താണ്? NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. നോട്ട് ചെയ്ത് വെക്കണോട്ടാ. NGO എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ഗവൺമെന്റൽ ആണ്. ഗവൺമെന്റ് അല്ലാന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, പ്രൈവറ്റ് സെക്ടർ ആണുള്ളത്. നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ചാരിറ്റബിൾ ഓർഗനൈസേഷൻ that do not have a business purpose connected with it. അവർക്ക് ബിസിനസ് പർപ്പസ് അല്ല എന്ന് വെച്ചാൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള RCC ഒക്കെ ഇല്ലേ, റീജിയണൽ ക്യാൻസർ സെന്റർ, അതൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണ് കേട്ടോ. അതുപോലെ അമൃത കൃപ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലുകൾ, അതൊക്കെ എന്താണ്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റലുകളാണ് കേട്ടോ. ലാഭമല്ല അവിടെ പ്രധാനം, ആസ് എ പാർട്ട് ഓഫ് ദ ചാരിറ്റി കേട്ടോ, ചാരിറ്റിയുടെ ഭാഗമായിട്ട്. അപ്പൊ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനകത്ത് വരുന്നതാണ്. അതിനകത്ത് ഏതൊക്കെ ഡിവിഷൻസ് ഉണ്ട്? ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, അത് ബിസിനസ് പർപ്പസ് ആണ്. പിന്നെ ഇൻഡിവിജ്വൽ ഓർ പാർട്ണർഷിപ്പ് ഹോസ്പിറ്റലുകൾ ഉണ്ട്, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റലുകളുണ്ട്. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അത്രയേ ഉള്ളൂ കേട്ടോ. പ്രൈവറ്റ് ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. ഓരോന്നിനും എക്സാമ്പിളുകൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഗവൺമെന്റിൽ നിന്നൊക്കെ എടുത്ത് ചോദിക്കാം. എയിംസ് PGIS എന്താണ്, അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കാം കേട്ടോ. ഫുൾ ഫോം ആയിട്ട് ചോദിക്കാം. അങ്ങനെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ക്ലിയർ അല്ലേ? ഇത് വായിച്ചു നോക്കണം കേട്ടോ. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അടുത്തത് കേട്ടോ, അഞ്ചാമത്തെ എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സ്വകാര്യ വ്യക്തികളാവാം, അല്ലെങ്കിൽ സ്വകാര്യ ഓർഗനൈസേഷൻസ് ഒക്കെ അവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഹോസ്പിറ്റലുകളാണ്. ഗവൺമെന്റിന് അവിടെ റോള് വരുന്നില്ല. കംപ്ലീറ്റ് നടത്തുന്നത് സ്വകാര്യ വ്യക്തികളായിരിക്കാം. ഓക്കെ, ചിലവര് അവരുടെ കുടുംബസ്വത്ത് അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകൾ, ഒരു ഡോക്ടേഴ്സ് ആണെങ്കിൽ അവര് തുടങ്ങുന്ന ഹോസ്പിറ്റൽ ഉണ്ടാവും. അത് അവരുടെ, അതാണ് ഞാൻ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ട്നേഴ്സ്, കുറച്ച് ആളുകൾ കൂടിയിട്ട് പാർട്ട്നേഴ്സ് കൂടിയിട്ടൊക്കെ തുടങ്ങില്ല, അങ്ങനെയുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. ഗവൺമെന്റിന് അവിടെ എന്ത് വരുന്നില്ല? റോള് വരുന്നില്ല. കംപ്ലീറ്റ് അവരാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ലാഭം ഇച്ഛിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്, ലാഭേച്ഛയില്ലാതെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. കോർപ്പറേറ്റ് കമ്പനി, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഉടമസ്ഥാവകാശത്തിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, ഈ അപ്പോളോ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ അപ്പോളോ ഗ്രൂപ്പിന്റേതാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളാണ്, അവരുടെയൊക്കെ ഹോസ്പിറ്റലുകളാണ് കേട്ടോ അത്. ഓക്കെ, അത് അത്രയും അതിനകത്ത് മനസ്സിലാക്കാം, വേറെ ഒന്നുമില്ല കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ കേട്ടോ. അഞ്ചാമത്തെ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ. സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് അല്ലെ, വൈദ്യശാസ്ത്ര രീതി അല്ലെ. വൈദ്യശാസ്ത്ര രീതി എന്താ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഇന്ത്യയിലുണ്ട് ആയുർവേദം ഇല്ലേ, ഹോമിയോപ്പതി, അതുപോലെ യുനാനി അല്ലെ, അലോപ്പതി. ഇതൊക്കെ എന്താണ്? ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് അല്ലെ, വൈദ്യശാസ്ത്ര രീതികളാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം അല്ലെ. അത്രയേ ഉള്ളൂ പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി എസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ ഈസ് മെയിൻലി യൂസ്ഡ്. വീണ്ടും ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ വേണ്ട, ഒരെണ്ണം മതി കേട്ടോ. ഇൻ ദ മോഡേൺ വേൾഡ് അലോപ്പതി ഈസ് മെയിൻലി യൂസ്ഡ് ആസ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ കേട്ടോ. ഓക്കെ, നമ്മുടെ അലോപ്പതിയാണ് കൂടുതലും എന്താണ്? അലോപ്പതിക് മെഡിസിൻ സിസ്റ്റം ആണ് നമ്മൾ മിക്കവരും അല്ലെ, മെജോറിറ്റി അത് തന്നെയാണ്. However, in India, Ayurveda, homeopathy, and Unani are also acknowledged system of medicine and preferred by many people. നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഒരുവിധം എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനും നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. അലോപ്പതി മാത്രമല്ല, ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്, അങ്ങനെ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസും നമ്മുടെ ഇന്ത്യയിലുണ്ട് അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആയുർവേദ ഹോസ്പിറ്റൽ, അലോപ്പതിക് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഹോമിയോ ഹോസ്പിറ്റൽസ് അല്ലെ, അതുപോലെ യുനാനി ഹോസ്പിറ്റൽ. അത് തന്നെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അതിനെ എന്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ തിരിക്കുന്നത്? സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കൂടുതൽ ആളുകളും അത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ prominent system of medicine, hospital can be classified as a homeopathic hospital, Ayurveda hospital, or Unani hospital. Okay, even though such hospitals are few in numbers,
there is an increasing interest of people in availing the treatment of this system of medicine. കാര്യം എന്താണ്? അലോപ്പതിക് ഹോസ്പിറ്റലാണ് കൂടുതലും നമ്മുടെ ഉള്ളത് അല്ലെ. ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്. അത് ഓപ്റ്റ് ചെയ്യുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അല്ലെ. ചില ആളുകൾക്ക് ആയുർവേദമായിരിക്കും കൂടുതൽ താല്പര്യം, അവർ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നവരുണ്ടാവും. ചിലർക്ക് ഹോമിയോപ്പതി ആയിരിക്കും കൂടുതൽ താല്പര്യം, മറ്റു ചിലർക്ക് യുനാനി ആയിരിക്കും അല്ലെ. ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു സൊല്യൂഷൻ വേണമെങ്കിൽ നമ്മൾ എന്തിനെ ആശ്രയിക്കുക? കൂടുതലും അലോപ്പതിക് സിസ്റ്റം ഓഫ് മെഡിസിനെയാണ് ആശ്രയിക്കുക അല്ലെ. ആയുർവേദം എന്നൊക്കെ പറയുന്നത് നമ്മുടെ എന്താ പറയാ പരമ്പരാഗത നമ്മുടെ ഇന്ത്യ അല്ലെ ആ ഒരു കാലഘട്ടം ക്ലാസിക്കൽ നമ്മുടെ പണ്ടേ തൊട്ടേയുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് ആയുർവേദം അല്ല. ആയുർവേദം പിന്നെ ഹോമിയോപ്പതി. ആയുർവേദം പറയുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് അസുഖം വരാൻ കാരണം നമ്മുടെ ആ ഒരു ബോഡിയിലെ സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു ബോഡിയിലെ ഇംബാലൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ അസുഖങ്ങൾ വരുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ആയുർവേദത്തിൽ പറയുന്നത്. ഹോമിയോപ്പതിയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡിക്ക് തന്നെ സ്വയം ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് ഹോമിയോപ്പതിക്കാര് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ യുനാനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിട്ട് ആയുഷ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ നിങ്ങൾ? യുനാനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. ഗ്രീസ് പണ്ടത്തെ ഗ്രീക്ക് നമ്മുടെ ഹിപ്പോക്രാറ്റസ് ഒക്കെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു ഗ്രീസിൽ നിന്നും വന്നിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് കേട്ടോ യുനാനി. ശരിക്കും ഗ്രീസിനെ അറബിയിൽ പറയുന്ന വാക്കാണ് യുനാനി അല്ലെ. യുനാനി എന്ന് പറഞ്ഞാൽ ഗ്രീസ് ഉണ്ടല്ലോ, ഗ്രീസിനെ അറബിയിൽ പറയുന്ന വാക്കാണ് യുനാനി. ആ ഒരു ഇതിന് ഗ്രീസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വന്ന് പെട്ടെന്ന് പലരും യുനാനിന്ന് കേൾക്കുമ്പോൾ അറബിക് അല്ലെങ്കിൽ ഒരു പെർഷ്യൻ അതൊന്നും അങ്ങനെ ചിന്തിക്കും. ശരിക്കും യുനാനി വന്നിട്ടുള്ളത് ഗ്രീസിൽ നിന്നാണ് കേട്ടോ. അവിടെ നിന്ന് വന്ന സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. പക്ഷെ അത് കൂടുതൽ സ്പ്രെഡ് ആയത് ഒരു എന്താ പറയാ ഒരു പെർഷ്യൻ അല്ലെങ്കിൽ ആ ഒരു അറബിക് സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് അത് കൂടുതൽ ഫേമസ് ആയത് കേട്ടോ. ഓക്കെ, അതൊന്നും അറിയണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അലോപ്പതിക് മെഡിസിൻ എന്നും ആയുർവേദ എന്നും ഹോമിയോപ്പതി എന്നും യുനാനി എന്നൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ കൂടുതലും മെജോറിറ്റി ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് അലോപ്പതിക് ആണ് കേട്ടോ. ബാക്കി എല്ലാതും ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് കേട്ടോ സിസ്റ്റം ഓഫ് മെഡിസിൻ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. ആറാമത്തെ എന്താണ്? ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ. ലെങ്ത് ഓഫ് സ്റ്റേ എന്താണ്? ലെങ്ത് ഓഫ് സ്റ്റേ ആരുടെ ലെങ്ത് ഓഫ് സ്റ്റേ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്? താമസത്തിൻ്റെതായിരിക്കും അല്ലെ. ആരുടെ താമസത്തിന്റെയാണ്? പേഷ്യൻസിന്റെ അല്ലെ. ഈ പറയുന്ന രോഗികൾ അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒക്കെ സ്റ്റേ ചെയ്യും ഹോസ്പിറ്റലിൽ. അപ്പൊ ആ ഒരു സ്റ്റേയുടെ കാലാവധി അല്ലെങ്കിൽ അതിന്റെ ദൈർഘ്യത്തിനനുസരിച്ച് നമുക്ക് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആൻഡ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് കേട്ടോ. ഓക്കെ, വായിക്കാം നമുക്ക്. ഓൺ ദി ബേസിസ് ഓഫ് ലെങ്ത് ഓഫ് സ്റ്റേ ജനറലി നീഡഡ് ഫോർ എ പേഷ്യന്റ് ഇൻ എ ഹോസ്പിറ്റൽസ് can be classified as a long stay hospitals and short stay hospitals. രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ നോക്കിയേ. The patients in short stay hospitals are required to be admitted for a relatively shorter period such as അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 1 or 2 days up to 20 days കേട്ടോ. ചോദിക്കാറുണ്ട്. 1 or 2 ദിവസം മാക്സിമം പോയ ഒരു 20 ദിവസം വരെ രോഗികൾ അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അത്തരം ഹോസ്പിറ്റലിൽ നമുക്ക് എന്ത് പറയാം? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. എത്ര നാൾ വരെയാണ്? ഷോർട്ടർ പീരീഡ് അല്ലെ. ലൈക്ക് 1 or 2 days up to 20 days ആണ് പറയുന്നത് അല്ലെ. മോസ്റ്റ് ഹോസ്പിറ്റൽസ് ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി ആർ ദ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ. നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കാണുന്ന അധികം എങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്? ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ് അല്ലെ. അവിടെ ആളുകൾ എന്താണ് ട്രീറ്റ്മെന്റിന് വേണ്ടി 1 or 2 ദിവസം മാക്സിമം പോയ 20 ദിവസമൊക്കെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്ന രീതിയിലാണ് അവർ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ അതിനകത്ത്. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്തായിരിക്കും? These hospitals offer care that generally requires its patient to stay for a long term. Long term എന്ന് പറയുമ്പോൾ such as months or years in the hospital. ഇനി മറ്റു ചില രോഗികൾ എന്ത് ചെയ്യും? അവരുടെ അസുഖത്തിന് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? നോക്കിക്കേ.
such hospitals will be mental hospital, അല്ലെ? മെന്റൽ ഹോസ്പിറ്റലുകൾ, അതുപോലെ റിഹാബിലിറ്റേഷൻ സെന്ററുകൾ, അല്ലെ? അതുപോലെ തന്നെ ജെറിയാട്രിക് കെയർ സെന്റർ. ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് ഏജ് ആണ് കേട്ടോ. ജെറിയാട്രിക് എന്ന് പറഞ്ഞാൽ വയസ്സായ ആളുകൾ കേട്ടോ. ജെറിയാട്രിക് മീൻസ് വയസ്സായിട്ടുള്ള ആളുകൾ, അതായത് പ്രായാധിക്യമുള്ള ആളുകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കും. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, അല്ലെ? പാലിയേറ്റീവ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണ്. അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? ആളുകള് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെ, അവരുടെ ആ ഒരു പരിചരണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദിവസങ്ങളോളം അവർ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? ദിവസമല്ല, ചിലപ്പോൾ മാസങ്ങളാവാം, വർഷങ്ങളോളം സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റലുകളാണ്. എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക കേട്ടോ. മെന്റൽ ഹോസ്പിറ്റല്, റിഹാബിലിറ്റേഷൻ, പുനരധിവാസം, അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് നാളുകളോളം സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാണ്. അതുപോലെ തന്നെ ജെറിയാട്രിക് കെയർ സെന്റർ, അല്ലെ, പ്രായമുള്ള ആളുകളെ പരിചരിക്കുന്ന ജെറിയാട്രിക് കെയർ സെന്ററുകള്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ലോങ് സ്റ്റേ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താ വെച്ചാല്, ഡ്യൂ ടു ലോങ് ടേം റെസിഡൻഷ്യൽ നീഡ്സ് ദീസ് ഹോസ്പിറ്റൽസ് ആർ ബിൽറ്റ് ഇൻ such a manner that it gives it a feel of a home-like environment rather than a hospital. ഇതൊരു ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ആണല്ലോ, ആളുകൾ കുറെ നാളുകളോട് അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ഹോസ്പിറ്റലുകളുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കണം, ഹോം ലൈക്ക് എൻവിയോൺമെന്റ് ആയിരിക്കും, അല്ലെ? എന്ന് വെച്ചാൽ നമുക്കൊരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അന്തരീക്ഷത്തിനേക്കാൾ ഉപരി കൂടുതൽ കാലം സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ അല്ല അവിടെ വേണ്ടത്. പിന്നെ എന്താണ് വേണ്ടത്? ഒരു ഹോമിലി ലൈക്ക് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉണ്ടായിരിക്കുക. ആ രീതിയിലാണ് അതിന്റെ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവുക. കാര്യം മാസങ്ങളോളം വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളാണ് അവിടെ, അല്ലെ? അപ്പം ഒരു വീട് പോലുള്ള ഒരു അന്തരീക്ഷമാണ്, അത്തരം ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ലെങ്ത് ഓഫ് സ്റ്റേനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലും ലോങ് സ്റ്റേ ഹോസ്പിറ്റലും. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിന്റെ കാലാവധി എത്രയാണ് അവർ പറയുന്നത്? അവിടെ എത്ര നാളൊക്കെ സ്റ്റേ ചെയ്യും? 1 or 2 days up to 20 days, അല്ലെ? എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടമുള്ള മിക്ക ഹോസ്പിറ്റലുകളും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലാണ്. ലോങ് സ്റ്റേ ഹോസ്പിറ്റലും ഉണ്ട്, അല്ലെ? അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ മാസങ്ങളോളം വർഷങ്ങളോളം പരിചരണത്തിനായിട്ട് ആളുകൾ സ്റ്റേ ചെയ്യുന്നു. എക്സാമ്പിൾ മെന്റൽ ഹോസ്പിറ്റൽ, റിഹാബിലിറ്റേഷൻ സെന്റർ, പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ ജെറിയാട്രിക് കെയർ സെന്ററുകളൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റർ അവിടെ അവസാനിക്കാനായിട്ട്. എളുപ്പമുള്ള ചാപ്റ്റർ, വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, അല്ലെ? നമ്മളൊരു 6 ഫാക്ടറിനെ ബേസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്ത് മനസ്സിലാക്കും. അത്രയേ ഉള്ളൂ. സൈസിനെ ബേസ് ചെയ്ത്, പിന്നെ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്ത്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിനെ ബേസ് ചെയ്ത്, ഓണർഷിപ്പിനെ ബേസ് ചെയ്ത്, അല്ലെ? പിന്നെ എന്താ പറയാ, സിസ്റ്റം ഓഫ് മെഡിസിനെ ബേസ് ചെയ്ത്, ലെങ്ത് ഓഫ് സ്റ്റേനെ ബേസ് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഓരോന്നിന്റെ പ്രത്യേകതകളും അതിന്റെ എന്താ പറയാ എക്സാമ്പിളുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറച്ച് അബ്രീവിയേഷൻസ് പഠിക്കാനുണ്ട്, ചുരുക്കെഴുത്തുകൾ പഠിക്കാനുണ്ട്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ആദ്യത്തെ ഒന്ന് ജസ്റ്റ് വായിക്കാം. PHC കേട്ടോ. PHC നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണത്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അബ്രീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കെഴുത്താണ്, അല്ലെ? PHC, അതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ഫുൾ ഫോം എന്താണ്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർ, അല്ലെ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. FHC എന്താ? FHC ഫാമിലി ഹെൽത്ത് സെന്റർ കേട്ടോ. ഫാമിലി ഹെൽത്ത് സെന്റർ, കുടുംബാരോഗ്യ കേന്ദ്രം എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. അടുത്തതാണ് CPHC. CPHC എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ. കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സമഗ്രമായിട്ടുള്ള രീതിയിൽ കുറേ കൂടെ വിപുലമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കും കേട്ടോ. അതാണ് CPHC എന്ന് പറഞ്ഞാല്. അടുത്തതാണ് സ്വാഡ് അല്ല കേട്ടോ, സ്വാഡ് എന്നാണ്. ജെ വെട്ടണം, ജെ വെട്ടിയിട്ട് അവിടെ D നാക്കണം കേട്ടോ, D നാക്കണേ. ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. SWAAD, D നാക്കാം കേട്ടോ. എന്താണത്? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. ഇതാണ് സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസസ്. എയർവേ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വസന സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങൾ, ആസ്മ, അതുപോലെ തന്നെ നമ്മുടെ ബ്രോങ്കൈറ്റിസ്, അലർജിക് പ്രശ്നങ്ങൾ വരില്ലേ നമുക്ക്, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ കേട്ടോ. പ്രത്യേകിച്ച് പൊടികള്, മറ്റുള്ള എന്താ പറയാ അലർജി മൂലം നമുക്ക് വരുന്ന ശ്വാസം മുട്ടല്, ആസ്മ, ഇതൊക്കെ എയർവേ ഡിസീസസ് ആണ് കേട്ടോ. സോ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു ദ എയർവേ ഡിസീസസ്. ഓക്കെ, ഇതാണ് സ്വാഡ് എന്നതിന്റെ ഫുൾ ഫോം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. COPD. എന്താണ് COPD? COPD യുടെ ഫുൾ ഫോം എന്താണ്?
ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് കേട്ടോ. അതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങളാണ് കേട്ടോ. നമ്മുടെ ശ്വാസകോശത്തിലേക്കുള്ള ആശ്വസന നാളങ്ങളൊക്കെ കഫം നിറഞ്ഞ് ചുരുങ്ങി നമുക്കൊരു ബ്രീത്ത് എടുക്കാൻ, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ COPD. ഇത് ഇങ്ങനെ ക്രോണിക് ആയിട്ട് വരുന്നതാണ്, എന്ന് വെച്ചാൽ വളരെ വിട്ടുമാറാതെ നിൽക്കുന്ന ശ്വാസകോശ അസുഖങ്ങളാണ് കേട്ടോ. ഓക്കെ, 12:30 ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത 2-3 ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പുതിയ ചാപ്റ്റർ ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. 5ാമത്തെ ചാപ്റ്റർ ഞാൻ തോന്നുന്നു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. പുതിയൊരു ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് ഇത്തിരി വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ ആ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ ചോദിച്ചോ ശ്രീലക്ഷ്മി? ചോദിച്ചോ കേട്ടോ. ഡൗട്ട് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് ശ്രീലക്ഷ്മി? 5th പോയിന്റ് ആവും. ഏതിന്റെ 5th പോയിന്റ് ആണ്? 5th പോയിന്റ് 1, 2, 3, 4, 5 COPD ആണോ? COPD-യിലാണോ പറഞ്ഞ പ്രതീക്ഷ? അതാണോ? COPD എന്ന് വെച്ചാല് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി അല്ല, സിസ്റ്റം ഓഫ് മെഡിസിൻ. മാം, മറ്റേ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ലാസ്റ്റത്തെ ഇതില്ലേ, ലാസ്റ്റത്തെ സെന്റൻസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഈവൻ ദോ സച്ച് ഹോസ്പിറ്റൽസ്, അതെന്താണെന്നറിയോ? ഈവൻ ദോ സച്ച് ഹോസ്പിറ്റൽസ് ആർ ഫ്യൂ ഇൻ നമ്പേഴ്സ്. അതായത് നമ്മൾ അലോപ്പതി ഹോസ്പിറ്റലുകൾ കൂടുതലുണ്ട് അല്ലെ, ഇംഗ്ലീഷ് മെഡിസിൻ കൂടുതലുണ്ട് നമ്മുടെ നാട്ടില്. ആയുർവേദ ഹോസ്പിറ്റല്, ഹോമിയോ, യുനാനി എന്നൊക്കെ പറയുമ്പോൾ എണ്ണം കുറവല്ലേ? മറ്റേ ഇംഗ്ലീഷ് മെഡിസിൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്തരം ഹോസ്പിറ്റലിന്റെ എണ്ണം വളരെ കുറവാണ്. എങ്കിലും എന്താണ്, there is an increasing interest of people in availing the treatment of this system of medicine. പക്ഷെ അത്തരത്തിലുള്ള ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി അങ്ങനെയുള്ള മെഡിസിൻസ് ഓപ്റ്റ് ചെയ്യുന്ന, അതില് എന്താ പറയാ, ഇഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് എന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ. ഓക്കെ, വെസ്റ്റേൺ രാജ്യത്ത് ഇങ്ങനെയുള്ള ആയുർവേദ, യുനാനി ഒക്കെ കുറവാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനും ഉണ്ട്. പക്ഷെ ആയുർവേദം, യുനാനി, ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അലോപ്പതിക് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് എണ്ണം വളരെ കുറവാണ്. പക്ഷെ കുറവാണെങ്കിൽ കൂടിയും ആ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ ഫോളോ ചെയ്യുന്ന ആളുകൾ ധാരാളം ഉണ്ടെന്നാണ് അത് പറയുന്നത് കേട്ടോ. അത് ഇൻട്രസ്റ്റ് ചെയ്യുന്ന, അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്ന്, അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ മാം, മനസ്സിലായി. പിന്നെ വേറെ ആരാണ് ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചത്? ഇത് ചോദിച്ചിട്ട് എനിക്ക് ആരെന്ത് ചോദിച്ചല്ലോ അവര് ഡൗട്ട്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ നമുക്ക്? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ടെർഷ്യറി കെയർ, ഇഫാണെങ്കിൽ ടെർഷ്യറി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തിയിട്ട് പരിചരണങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റൽ. ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ്? മെഡിക്കൽ കോളേജ് അല്ലെ? മെഡിക്കൽ കോളേജ് എങ്ങനെയാണ്? ഒരുപാട് സൗകര്യം. അവിടെ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആവാൻ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇതുണ്ട് അല്ലെ, ട്രീറ്റ്മെന്റും കൊടുക്കുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ കോളേജ് ആണ് ടെർഷ്യറി കെയറിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രോഗികൾക്ക് പരിചരണം, തൃതീയ ലെവലാണ്, ടെർഷ്യറി കെയർ ആണ് അല്ലെ, അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലുകൾ കേട്ടോ. എക്സാമ്പിൾ ഏതാണ്? മെഡിക്കൽ കോളേജ്. ഓക്കെ, ലാസ്റ്റ് പോർഷൻ കാണിക്കണോ? കേട്ടോ, ലാസ്റ്റത്തെ ഭാഗം ഇതാണ്. ലെങ്ത് ഓഫ് സ്റ്റേ കേട്ടോ. സെയിം നോക്കിക്കോ. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ട്. അതിന്റെ അർത്ഥം അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഇർഫാനിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻഡിവിജ്വൽ ഓർ പാർട്ട്ണർഷിപ്പ്, കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ എക്സാമ്പിൾ ഏതൊക്കെ പറയാം നമുക്ക്? അപ്പോളോ ഹോസ്പിറ്റൽ പറയാം. അപ്പോളോ ഹോസ്പിറ്റല്, ആസ്ട്രമെഡിസിറ്റി, അങ്ങനെയൊക്കെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളാണ് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ഒന്നും ചോദിക്കില്ല. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ ഓണർഷിപ്പിലുള്ളത്. അപ്പോളോ ഗ്രൂപ്പിന്റെയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽ എന്നൊക്കെ പറയുമ്പോൾ അതിപ്പോ എന്റെ നാട്ടിലുണ്ട് ഒരു പക്കായി ഹോസ്പിറ്റൽ. അത് അവരുടെ ഫാമിലി, ആ ഒരു വ്യക്തി നടത്തുന്ന ഹോസ്പിറ്റലാണ്.
ഓക്കെ, അപ്പൊ അത് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാം, ഒരു വ്യക്തി നടത്തുന്ന ഹോസ്പിറ്റലുകളായിരിക്കും കേട്ടോ. പിന്നെ 2-3 ആൾക്കാർ കൂടി പാർട്ട്ണർഷിപ്പിൽ എടുത്തിട്ടൊക്കെ നടത്തുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികള്, അപ്പോളോ ഗ്രൂപ്പിന്റെ ഒക്കെ അപ്പോളോ ഹോസ്പിറ്റല്, ആസ്ട്രോ മെഡിസിറ്റി, അതൊക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank